നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. വിപുലീകൃത സംസ്ഥാന സമിതി യോഗത്തിന്റെ പ്രധാന അജണ്ട പാർട്ടിയിലെ ശൈലിമാറ്റവും പ്രത്യയശാസ്ത്രപരമായ ശാക്തീകരണവും ആണെങ്കിലും CPM-ൽ നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സംസ്ഥാനത്ത് പാർട്ടി സംവിധാനം അടിമുടി പുതുക്കിപ്പണിയുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംഘടനാ സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേക യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി മാറുമോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അത് നിങ്ങളുടെ സ്വപ്നം ആണല്ലോ എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. കഴിഞ്ഞ കുറച്ചു കാലമായി മാധ്യമങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതെങ്കിലും ഒരാൾ മാറുന്നതോ മറ്റൊരാളെ കൊണ്ടുവരുന്നതോ അല്ല പ്രധാനം. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിശോധിക്കലും താൻ ഉൾപ്പെടെ നേതാക്കൾ എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തലും അതിനായുള്ള കർമ്മ പദ്ധതി രൂപീകരിക്കലുമാണ് വിപുലീകൃത സംസ്ഥാന സമിതി യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. അംഗങ്ങളെ മാറ്റി സെക്രട്ടേറിയറ്റ് ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തോടും അതൊന്നും ഇപ്പോൾ പറയാനാവില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. 80 കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്ന മാസപ്പടി ആരോപണവും അന്വേഷണവും തലവേദനയാകും. 2 തവണ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സ്വജനപക്ഷപാതം നടത്തിയെന്ന ആരോപണവും ഉണ്ട്. രണ്ടുപേരെയും നിലനിർത്തിക്കൊണ്ട് നേതൃമാറ്റം വെല്ലുവിളിയാകും. ഭരണം നിലനിർത്താൻ വേണ്ടി 10 വർഷവും ഇടതുപക്ഷ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നതും ഭരണ സംവിധാനത്തിന്റെ ആശ്രിതരായി പാർട്ടി സംവിധാനം മാറി എന്നതിൻ്റെ സംഘടനാപരമായ ആലസ്യവും അഭിമാനക്ഷതവും ഏറെ ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. തുടർ ഭരണത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ ഉണ്ടായ തിരിച്ചടിക്ക് സമാനമായ സംഘടനാ ദൗർബല്യം കേരളത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യം സംസ്ഥാന കേന്ദ്ര റിപ്പോർട്ടുകൾ ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നു. പൊതുജനങ്ങളുടെ വികാരവും മനസ്സും മനസ്സിലാക്കുന്നതിൽ പാർട്ടി സംവിധാനത്തിലുണ്ടായ വീഴ്ച ഗൗരവതരമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലെ പരാജയ സൂചന ശക്തമായപ്പോൾ പോലും ജില്ലാ കമ്മിറ്റികൾ പ്രകടിപ്പിച്ചത് വിജയിക്കുമെന്ന ശക്തമായ ആത്മവിശ്വാസമാണ്. സ്ഥിതിഗതികളുടെ ഗൗരവാവസ്ഥ തിരിച്ചറിയാൻ പാർട്ടി സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന സൂചനയാണിത്. പുതിയ പ്രവർത്തകരെയും ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാനും ഒപ്പം കൊണ്ടുവരാനുമുള്ള ഇടപെടലുകൾ പൊതുവെ ഉണ്ടാകുന്നില്ല. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടുകളും വ്യക്തമായി അവതരിപ്പിക്കാനും ജനങ്ങളെ ആകർഷിക്കാനും ശേഷിയുള്ള പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു. പാർട്ടിക്കകത്ത് കടന്നുകൂടിയ തെറ്റായ പ്രവണതകൾ അവമതിപ്പുണ്ടാക്കുന്നു. വർഗ ബഹുജന സംഘടനകളിൽ വേണ്ടത്ര രാഷ്ട്രീയവൽക്കരണം നടക്കുന്നില്ല. വർഗീയതയ്ക്കെതിരായ ക്ലാസുകൾ ഏറെ നടക്കുന്നുണ്ടെങ്കിലും അത് പൊതുബോധമാക്കി മാറ്റാൻ കഴിയുന്നില്ല. ശബരിമല അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചതും വെള്ളാപ്പള്ളി നടേശനെ അമിതമായി ഉയർത്തിക്കാട്ടിയതും ഇക്കാര്യത്തിൽ പരാജയത്തിന് ആക്കം കൂട്ടി. പാർട്ടി കേഡർമാർ അതത് പ്രദേശത്ത് അംഗീകാരമുള്ളവർ ആകണം എന്നതിൽ ദൗർബല്യങ്ങൾ കാണുന്നു. ജനങ്ങളുമായുള്ള ബന്ധം വൻതോതിൽ കുറഞ്ഞു വരുന്നത് ഗൗരവതരമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച ഗൃഹസന്ദർശനങ്ങൾ 30% മാത്രമേ നടന്നിട്ടുള്ളൂ. പലയിടങ്ങളിലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപെടുന്ന സ്ഥിതി പൊതുജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. പല സഖാക്കളും പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയോ അതിന് തയ്യാറാവുകയോ ചെയ്യുന്നില്ല. ഇത്തരം പ്രതിരോധത്തിന് മുതിർന്നാൽ വ്യക്തിപരമായ അംഗീകാരത്തിനും പ്രതിച്ഛായയ്ക്കും തടസ്സമാകുമോ എന്നതാണ് പലരുടെയും ചിന്ത. വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ചിലരുടെ ആഡംബര ജീവിതശൈലി സംഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. സംഘടനാ സംവിധാനത്തിലെ അഴിച്ചുപണി ഏത് തലം വരെ ഏത് രീതിയിൽ നടത്തുമെന്ന് തന്നെയാണ് CPM-ന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കാണാനുള്ളത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി